നമസ്കാരം. ഉച്ചവാർത്ത ആരംഭിക്കുന്നു. പ്രധാന തലക്കെട്ടുകളിലേക്ക്. മാസപ്പടി കേസിൽ CMRLനും വീണയ്ക്കും തിരിച്ചടി. ED അന്വേഷണം സ്റ്റേ ചെയ്യാതെ ഹൈക്കോടതി. മുഴുവനായി വാദം കേട്ട് തീരുമാനിക്കാമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. അന്വേഷണം പൂർത്തിയാക്കാൻ അനുവദിക്കുകയല്ലേ വേണ്ടതെന്ന് CMRLനോട് കോടതി. സംസ്ഥാനത്ത് ഫെൻസിംഗ് വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ പോർട്ടൽ സ്ഥാപിക്കുമെന്നും ത്രിതല സുരക്ഷാ സംവിധാനം നടപ്പിലാക്കുമെന്നും വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ. അതിരപ്പള്ളിയിൽ കാട്ടാനയ്ക്ക് മുന്നിൽപ്പെട്ട് വനമന്ത്രി. വൈശ്ശേരിയിൽ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മോഹന്റെ വീട് മന്ത്രി സന്ദർശിച്ചു. കുരുന്നുകൾക്കാവേശമായി പ്രവേശനോത്സവം. തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി VD സതീശൻ. വിജ്ഞാന വിസ്ഫോടനത്തിന്റെ കാലത്ത് പുതിയ അറിവുകൾ തേടുന്നതിൽ കരുതൽ വേണമെന്ന് മുഖ്യമന്ത്രി. ആലപ്പുഴയിൽ പ്രവേശനോത്സവത്തിനെത്തിയ ആഭ്യന്തരമന്ത്രിക്ക് സുരക്ഷയൊരുക്കാൻ SFI പ്രവർത്തകരെ കരുതൽ തടങ്കലിലാക്കി പോലീസ്. LPG വാണിജ്യ സിലിണ്ടറുകളുടെ വില വീണ്ടും കൂടി. 19 കിലോ സിലിണ്ടറിന് കൂടിയത് 46 രൂപ. വില വർധനവ് പ്രാബല്യത്തിൽ. കൊച്ചിയിൽ വില 3131 രൂപ. ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. മിൽമ പാലിനും തൈരിനും വില കൂടി. പാൽ ലിറ്ററിന് 4 രൂപ കൂടി. സംസ്ഥാനത്ത് വീണ്ടും അവയവദാനം. അപകടത്തിൽ മരിച്ച കണ്ണൂർ സ്വദേശിയായ യുവാവിന്റെ ഹൃദയം ഉൾപ്പെടെ 4 അവയവങ്ങൾ ദാനം ചെയ്തു. ആസ്റ്റർ മെഡിസിറ്റിയിൽ 48-കാരനായ രഞ്ജിത്തിന് ഹൃദയം വെച്ചുപിടിപ്പിക്കുന്നു. ഭൂതകാലത്തിലല്ല വർത്തമാനകാലത്തിൽ ജീവിക്കണമെന്ന് സദ്ഗുരു ശ്രീമാത അമൃതാനന്ദമയി ദേവി. മൂല്യങ്ങൾ മുറുകെ പിടിച്ചാൽ വിജയമുണ്ടാകുമെന്നും അമ്മ. കോഴിക്കോട് ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവം തുടരുന്നു. മാസപ്പടി കേസിൽ ED അന്വേഷണം സ്റ്റേ ചെയ്യാതെ ഹൈക്കോടതി. CMRLനും വീണയ്ക്കും കനത്ത തിരിച്ചടി. മുഴുവനായി വാദം കേട്ട് തീരുമാനിക്കാമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. CMRLന്റെ അപ്പീലിൽ ഇടക്കാല ഉത്തരവില്ല. കൂടുതൽ വിവരങ്ങളുമായി അഡ്വക്കേറ്റ് രാജേഷ് ചേരുകയാണ്. രാജേഷ്, മാസപ്പടി കേസിൽ ED അന്വേഷണത്തിന് സ്റ്റേ ചെയ്തിട്ടില്ല ഹൈക്കോടതി. എന്താണ് ഇന്ന് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത്? ഇക്കാര്യത്തിൽ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി, അതായത് ഇതിനു മുമ്പ് സംഭവിച്ച കാര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. ഡിവിഷൻ ബെഞ്ച് ഇതെല്ലാം പരിഗണിച്ച് തന്നെയാണ് ഇടക്കാല ഉത്തരവ് നൽകാൻ താല്പര്യമില്ല. ഈ കേസിൽ ഇപ്പൊ തന്നെ വാദം കേട്ട് ഇന്ന് വേണമെങ്കിൽ ഇന്ന് തന്നെ വാദം കേട്ട് തീർപ്പാക്കാം എന്ന ഒരു രീതിയിൽ ഡിവിഷൻ ബെഞ്ച് ഈ പറയുന്ന CMRനോട് സംസാരിച്ചത്. കാരണം മറ്റൊന്നുമല്ല, ഈ കേസിൽ 2 കൊല്ലത്തോളം ഈ ED അന്വേഷണം തടയാനായിട്ടുള്ള ഒരു സംവിധാനം അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് CMRനൊരു അനുകൂലമായിട്ടുള്ള ഇത് കിട്ടി. കാരണം അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അന്നത്തെ സമയത്ത് ഭരണം LDFന്റെ ഭാഗത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ EDയുടെ അന്വേഷണം, അതായത് ഇത്രയും ഗുരുതരമായ ഒരു കുറ്റകൃത്യം നടത്തി എന്ന് തെളിഞ്ഞ ശേഷം ED അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ SFI അന്വേഷണം ഉണ്ടായിരുന്നു. SFI അന്വേഷണത്തിൽ കൃത്യമായി ഇങ്ങനൊരു കുറ്റം നടന്നിട്ടുണ്ട് എന്ന് SFI കണ്ടെത്തിയാൽ മാത്രമാണ് EDക്ക് അതിനകത്തേക്ക് ഇടപെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. ഇതാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനൊരു SFIയുടെ റിപ്പോർട്ട്. ഈ SFIയുടെ റിപ്പോർട്ട് വന്നപ്പോൾ ഇതിൽ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ PMLA ആക്ട് ഇതിനകത്ത് ആപ്ലിക്കബിൾ ആവും. അതുകൊണ്ട് ED അന്വേഷണം തുടങ്ങുന്നു. ഇത് മനസ്സിലാക്കിയ ശേഷമാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് EDക്ക് അന്വേഷണം തുടരാം എന്നുള്ള ഒരു നിലപാടെടുത്തത്. അങ്ങനെ ഈ പറയുന്ന CMRന്റെ ഹർജി തീർപ്പാക്കിക്കൊണ്ട് EDക്ക് അന്വേഷണം തുടരാൻ ഹൈക്കോടതി നിർദ്ദേശം കൊടുത്തു. അതിനുശേഷം പിന്നീടുണ്ടായ ഒരു തടയലും പ്രശ്നങ്ങളും ഈ തരത്തിലുള്ള ഒരു ആക്രമണവും ഇതെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഈ ഡിവിഷൻ ബെഞ്ച് എന്ന് പറയുന്ന 2 ജഡ്ജിമാരാണല്ലോ. ഈ കാര്യങ്ങളെല്ലാം ഇവർക്കും മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഈ അപ്പീൽ ഇടക്കാല ഉത്തരവ് നൽകാൻ താല്പര്യമില്ല. ഇത് മുഴുവനായിട്ട് ഇന്ന് തന്നെ വാദം കേട്ട് ഈ കാര്യങ്ങൾ പരിഗണിക്കാം എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഈ ആക്രമണം അതിനകത്തൊരു ഘടകമായിരിക്കാം എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്ന് പറയാൻ പറ്റില്ല. എങ്കിലും ഇപ്പോൾ നിലവിൽ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ ഈ ഹർജി ഇപ്പൊ തന്നെ
ഇന്ന് വേണമെങ്കിൽ ഇന്ന് വാദം കേട്ട്, അല്ലെങ്കിൽ നാളെ വേണമെങ്കിൽ നാളത്തേക്കും കൂടെ വാദം വച്ചിട്ട് എത്രയും പെട്ടെന്ന് ഈ ഹർജി വാദം കേട്ട് തീരുമാനിക്കാം. ഇടക്കാല ഉത്തരവ് നൽകാൻ താല്പര്യമില്ല. ഒരു കാര്യം കൂടി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിട്ടുണ്ട്. അന്വേഷണമല്ലേ, അത് അന്വേഷിച്ചോട്ടെ, അത് എന്തുകൊണ്ട് തടസ്സമില്ല. അത് ED അന്വേഷണത്തിന് തടസ്സമില്ല. EDക്ക് അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകാം എന്നൊരു സൂചനയും കൂടി ഡിവിഷൻ ബെഞ്ച് നൽകിയിട്ടുണ്ട്. ശരി, രാജേഷാണ് വിവരങ്ങൾ നൽകിയത്. മാസപ്പടി കേസിൽ ED അന്വേഷണം സ്റ്റേ ചെയ്യാതെ ഹൈക്കോടതി. വനംവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മീറ്റിംഗ് അതിരപ്പള്ളിയിൽ അവസാനിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഹരീഷ് ചേരുകയാണ്. ഹരീഷ്, ത്രിതല പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിലായിരുന്നല്ലോ, മന്ത്രിയുടെ നേതൃത്വത്തിൽ ത്രിതല പഞ്ചായത്ത് അംഗങ്ങളുടെ യോഗം അതായിരുന്നല്ലോ അതിരപ്പള്ളിയിൽ നടന്നുകൊണ്ടിരുന്നത്. എന്താണ് യോഗത്തിലെ തീരുമാനം? മന്ത്രി യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായോ? മായ, യോഗത്തിന് ശേഷം മന്ത്രി മാധ്യമങ്ങളെ കണ്ടു. അതിൽ കൃത്യമായി പറഞ്ഞത് ഈ ആനയെ തുരത്താൻ വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ ഡ്രൈവ് നാളെ മുതൽ ആരംഭിക്കുമെന്നുള്ളതാണ്. നാളെ രാത്രിയിലായിരിക്കും ആ ഒരു സ്പെഷ്യൽ ഡ്രൈവ് ഉണ്ടാവുക. അത് മുതിർന്ന ഉദ്യോഗസ്ഥരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട്, പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട്, വേണ്ട ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിൽ ഒരു സ്പെഷ്യൽ ഡ്രൈവ് ഈ ആനയെ തുരത്താൻ വേണ്ടി സജ്ജമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ മീറ്റിംഗിന് ശേഷം മന്ത്രി പറഞ്ഞത്. നാളെ മുതൽ അത് ആരംഭിക്കും. നാളെ രാത്രിയായിരിക്കും ആദ്യത്തെ ഒരു ഡ്രൈവ് ഉണ്ടാവുക. തുടർന്ന് ആനയെ തുരത്തുന്നവരെ ഇത്തരത്തിലുള്ള ഡ്രൈവ് എല്ലാ ദിവസങ്ങളിലും ഉണ്ടാകും എന്നുള്ളൊരു കാര്യമാണ് മന്ത്രി പ്രധാനമായും പറഞ്ഞത്. ഈ ആളുകൾക്ക് കൊടുത്ത വാക്കുകൾ അത് കൃത്യമായി തന്നെ പാലിക്കും. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാ സംവിധാനങ്ങളും ഈ വന്യമൃഗശല്യത്തിന് അറുതി വരുത്താൻ വേണ്ടി ചെയ്യുമെന്നുള്ളൊരു ഉറപ്പ് മന്ത്രി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം ആളുകൾ, അതായത് ഈ ഒരു പ്രദേശവാസികൾ കൂടി ചേരുന്നുണ്ട്. ഓമന ചേച്ചി ചേരുന്നുണ്ട്. ചേച്ചി, എന്താണ് മന്ത്രി പറഞ്ഞ ഉറപ്പുകളുണ്ട്? നാളെ മുതൽ സ്പെഷ്യൽ ഡ്രൈവ് തുടങ്ങുകയാണെന്ന് പറയുന്നു. ഈ അതിരപ്പള്ളി, പാലപ്പള്ളി മേഖലയിലൊക്കെ ഈ ഒരു വന്യമൃഗശല്യം രൂക്ഷമായ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഇടപെടൽ കൊണ്ട് ഗുണമുണ്ടാകുമോ ഈ ഒരു നാട്ടുകാരി എന്നുള്ള രീതിയിൽ? എന്താണ് തോന്നുന്നത്? താൽക്കാലികമായ ഗുണം ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയാണ്. ഞാനൊരു 4 വർഷമായിട്ട് അവിടെ പ്രവർത്തിക്കുന്ന ആളാണ്. അതിരൂക്ഷമായ കാട്ടാന ശല്യം, ജനങ്ങൾക്ക് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. ഇപ്പോൾ രാവും പകലും ആന വരണം. അതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ വന്നത്. പകൽ സമയത്ത് പോലും ആന വരുന്ന അവസ്ഥയാണ്. കവരമ്പള്ളി നാടാമ്പാടം എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു കാർഷിക മേഖലയിൽ ആനകൾ കടന്നു കയറി കൃഷി മുഴുവനും നശിപ്പിക്കുക. പകല് പോലും പറമ്പുകളിൽ ആന പോവുക. അപ്പോൾ ഇത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അറിയിച്ചു. RRT ടീം അവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് അതിൻ്റെ ഗുണമൊന്നും കിട്ടണില്ല. മന്ത്രി പറഞ്ഞാൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ഞങ്ങൾ വലിയ പ്രതീക്ഷയിലാണ്. ഇങ്ങനെ ആനകളെ മൂവ് ചെയ്യിക്കാനുള്ള ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഈ ശ്രമം, പിന്നെ ആനകൾ അങ്ങനെ മൂവ് ചെയ്യിക്കുന്ന ആനകൾ കാട്ടിൽ തന്നെ നിൽക്കട്ടെ എന്നുള്ള മന്ത്രി അങ്ങനെ ഒരു സൂചന പറഞ്ഞ പോലെ ഞങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. നാട്ടിലിറങ്ങുന്ന ആനകളെ ഓടിച്ച് കാട്ടിലാക്കി അവരെ കാട്ടിൽ തന്നെ നിർത്തുക. ഈ അതിരപ്പള്ളി പോലത്തെ ഒരു ട്രെയിനിൽ അത്തരത്തിലൊരു മേഖലകളിൽ ആനയെ ഓടിക്കുക അല്ലെങ്കിൽ ആനയെ മയക്കുവെടി വെക്കുക, അത്തരത്തിലുള്ളതൊക്കെ എത്രത്തോളം സാധ്യമാണെന്ന് തോന്നുന്നുണ്ട്? അല്ലെങ്കിൽ ഈ ഒരു സ്പെഷ്യൽ ഡ്രൈവ് ശരിക്കും അത് ഒരു ഉപകാരമാവുമോ, അല്ലെങ്കിൽ അത് പ്രാവർത്തികമാണോ? ഇപ്പോൾ മന്ത്രി പറഞ്ഞ സ്പെഷ്യൽ ഡ്രൈവ് ഞങ്ങൾ ഈ പാലപ്പള്ളി മേഖലയിൽ 4 വർഷം മുൻപ് ആന വന്നപ്പോൾ എല്ലാവരും നോക്കുകുത്തികളായി നിന്ന സമയത്ത് അവിടെ മലയോര മേഖലയിലെ ഞങ്ങൾ മലയോരവാസികൾ, അവിടെയുള്ള യുവാക്കളെയും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഒരുമിച്ച് ചേർന്ന് ആനനെ ഓടിക്കുന്ന ഒരു ശ്രമം അന്ന് അവിടെ നടത്തി. അത് വിജയകരമായിരുന്നു. ഒരു ദ്വീപ് പോലുള്ള ഒരു പ്രദേശത്ത് കാടിന് നടുക്ക് വന്നുപെട്ട ആനകളെ 6 പോയിന്റിൽ 6 ഗ്രൂപ്പായി തിരിച്ചുകൊണ്ട് യുവാക്കളെയും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ഉൾക്കാടുകളിലേക്ക് പ്രഗത്ഭരായ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, ഇപ്പം ഇങ്ങനെ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ഉദ്യോഗസ്ഥർ പോയി ആനകളെ അവിടെ നിന്ന് വെടിവെച്ച് ഇങ്ങനെ ഒരു എന്താ പറയുക, വെടിവെച്ചു എന്നല്ല, ഒരു പേടിപ്പിച്ച് അന്ന് രാത്രി 3 ആനകളും അവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ താൽക്കാലികമായിട്ടുള്ള ഇത് വിജയിക്കാം. പക്ഷേ ഇങ്ങനെ മൂവ് ചെയ്യിക്കുന്ന ആനകൾ പിന്നെ തിരിച്ചു വരാൻ പാടില്ല. അവരെ കാട്ടിൽ തന്നെ നിലനിർത്താനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം. അവർ കാട്ടിൽ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അവിടെ അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണവും വെള്ളവും സജ്ജമാക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വേണം. ഇപ്പോൾ പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. വനത്തിൻ്റെ ഉള്ളിൽ അവർക്ക് ഭക്ഷണമില്ല, വെള്ളമില്ല, കഴിയാനുള്ള ഇതില്ല, ആനകളുടെ എണ്ണം പെരുകി. ഇതുകൊണ്ടാണ് ജനവാസ മേഖലയിലേക്ക് ആനകൾ കടന്നു കയറുന്നത്. പക്ഷേ ഇതൊക്കെ കാടിൻ്റെ ഉള്ളിൽ തന്നെ ഒരുക്കണം. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാലപ്പള്ളി പ്രദേശത്ത് ആനകൾ വരുന്നത് ചിമ്മിനി വനമേഖലയിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട റോഡായ ചിമ്മിനി ഡാം റോഡ് ക്രോസ് ചെയ്ത് കിലോമീറ്ററുകളോളം താണ്ടി ആണ് ഒരു 4 മണി കഴിയുമ്പോൾ, വൈകിട്ട് ഒരു 4 മണി കഴിയുമ്പോൾ കാണാൻ നമുക്ക് ആ കാഴ്ച. എന്നിട്ടാണ് ജനവാസ മേഖലയിൽ ഈ ആനകൾ എത്തണേ. ഈ എത്തുന്ന സമയത്ത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇത് നോക്കി നിൽക്കുകയാണ് ആനകളെ.
ഹരീഷാണ് അതിരപ്പള്ളിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കാട്ടാനശല്യം രൂക്ഷമായ അതിരപ്പള്ളിയിൽ വനം മന്ത്രിയുടെ നേതൃത്വത്തിൽ ത്രിതല പഞ്ചായത്ത് അംഗങ്ങളുടെ യോഗം ഉണ്ടായിരുന്നു. യോഗത്തിൽ കാട്ടാനശല്യം തടയുന്നതിന് വേണ്ടി വേണ്ട നടപടികൾ എടുക്കുമെന്ന് തീരുമാനം ആയിരിക്കുന്നു. അവിടെയുള്ള ആളുകൾ ഹരീഷുമായി വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ഇപ്പോൾ അതിരപ്പള്ളിയിലെത്തിയ വനം മന്ത്രി ഷിബു ബേബി ജോണിന്റെ വാഹനം കാട്ടാനയ്ക്ക് മുൻപിൽപ്പെട്ടു. അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച മോഹന്റെ വീട് സന്ദർശിക്കുവാൻ എത്തിയതായിരുന്നു വനമന്ത്രി. ഇന്നലെ രാത്രി വാഴച്ചാൽ ഗസ്റ്റ് ഹൗസിൽ പോകും വഴിയാണ് കാട്ടാനയ്ക്ക് മുമ്പിൽ മന്ത്രിയുടെ വാഹനം പെട്ടത്. ചാർപ്പ ഭാഗത്ത് വെച്ചാണ് സംഭവം. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനയെ റോഡിൽ നിന്ന് തുരത്തി. അതിരപ്പള്ളി വൈശ്ശേരിയിൽ ഇന്നും കാട്ടാന ഇറങ്ങി. കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമണത്തിൽ മരിച്ച മോഹനന്റെ വീടിന് സമീപത്ത് പുലർച്ചെയാണ് ആന ഇറങ്ങിയത്. കൃഷിയിടത്തിലിറങ്ങിയ ആന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. മധ്യവേനൽ അവധിക്ക് ശേഷം വർണ്ണാഭമായ പ്രവേശനോത്സവത്തോടെ പുതിയ അധ്യയന വർഷത്തിന് തുടക്കമായിരിക്കുന്നു. തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. 3 ലക്ഷത്തിലധികം കുരുന്നുകളാണ് ഇത്തവണ 1ാം ക്ലാസ്സിലേക്ക് എത്തിയതെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. കുട്ടികളെ മധുരം നൽകിയാണ് അധ്യാപകർ സ്വീകരിച്ചത്. ആചാരം തെറ്റിക്കാതെ ചിലർ കരഞ്ഞു, മറ്റു ചിലർക്ക് ആശ്ചര്യം. ഇതൊക്കെ എന്ത് എന്ന മട്ടിൽ വേറെ ചിലർ. പ്രവേശനോത്സവത്തിന്റെ മനോഹര കാഴ്ചകൾ ഇങ്ങനെയൊക്കെയായിരുന്നു. സമ്മാനമായി കിട്ടിയ വർണ്ണക്കുടകളും ബാഗുകളും ചിലർ അമ്പരപ്പോടെ നോക്കി. നിഷ്കളങ്കമായ മുഖത്തോടെ ഇരിക്കുന്ന കുട്ടികളിലേക്ക് വിദ്യാഭ്യാസ മന്ത്രിയും അധ്യാപകരും പകർന്നത് സ്നേഹമാധുര്യം. ഉദ്ഘാടകനായി വേദിയിലേക്കെത്തിയ മുഖ്യമന്ത്രി വി ഡി സതീശനുമൊത്ത് സെൽഫി എടുത്തും സംവദിച്ചും കുട്ടികൾ. സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഉത്സവച്ചായ പകർന്ന അന്തരീക്ഷമെന്ന് മന്ത്രി എൻ ശംസുദ്ദീൻ. നമ്മളൊരു പുതിയ അധ്യയന വർഷത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലെ പോലെ തന്നെ വളരെയേറെ ഉത്സവച്ചായ പകർന്ന അന്തരീക്ഷത്തിലാണ് കേരളത്തിലെ സ്കൂളുകളിൽ ഈ ദിനം ആചരിക്കുന്നത്. സ്കൂൾ തുറന്ന ദിവസത്തിൽ മഴയില്ലല്ലോ എന്ന പരിഭവത്തിൽ മുഖ്യമന്ത്രി കാലഘട്ടത്തിന്റെ പ്രത്യേകതയും അറിവ് നേടേണ്ടതിന്റെ പ്രാധാന്യവും ഓർമ്മിപ്പിച്ചു അദ്ദേഹം. എന്തൊരു സന്തോഷകരമായ ദിവസമാണിത്. പക്ഷെ എനിക്കൊരു സങ്കടമുണ്ട് ഇന്നത്തെ ദിവസം. കാരണം മഴ പെയ്യുന്നില്ല എന്നുള്ളതാണ് സങ്കടം. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ സ്കൂൾ തുറക്കുന്ന ദിവസം ഉറപ്പായി മഴ പെയ്യുമായിരുന്നു. ഞങ്ങളുടെ സ്വപ്നം, നിങ്ങളുടെ മാതാപിതാക്കളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള നിശ്ചയദാർഢ്യത്തോടെ ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് പോകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എല്ലാ നന്മകളും, ഈ ദിവസത്തിൻ്റെ നന്മകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായി നേർന്നുകൊണ്ട് ഈ പ്രവേശന ഉത്സവ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. ഈ അധ്യയന വർഷത്തിലെ അക്കാദമിക് കലണ്ടറിന്റെ പ്രകാശനവും വേദിയിൽ നടന്നു. 3 മുഖ്യമന്ത്രിമാരുമായി പട്ടം സ്കൂളിലെ വേദി പങ്കിടാൻ കഴിഞ്ഞതിന്റെ സന്തോഷം ആരോഗ്യമന്ത്രി കെ മുരളീധരനും പങ്കിട്ടു. സൈബർ സുരക്ഷാ പ്രതിജ്ഞയും ഏവരും ഏറ്റുചൊല്ലി. സൈബർ ബുള്ളിയിങ്, വ്യാജ വാർത്തകൾ, മോശം ഉള്ളടക്കങ്ങൾ എന്നിവയെ ഞാൻ നിരുത്സാഹപ്പെടുത്തും. 35 ലക്ഷം വിദ്യാർത്ഥികളാണ് ഇത്തവണ സ്കൂളിലേക്ക് എത്തുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കോട്ടയം ജില്ലാതല പ്രവേശനോത്സവം കോട്ടയം MD സെമിനാരി സ്കൂളിൽ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. എറണാകുളം ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം മൂവാറ്റുപുഴ പേക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. മാത്യു കുഴനാടൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു.
984 സ്കൂളുകളാണ് ജില്ലയിലുള്ളത്. അതിൽ 375 എണ്ണം സർക്കാർ സ്കൂളുകളാണ്. 1/4 ലക്ഷത്തോളം കുട്ടികളാണ് ഇത്തവണ 1-ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയത്. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കളമശ്ശേരിയിലെ പ്രവേശനോത്സവം മന്ത്രി വി അബ്ദുൾ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. +2, 10-ാം ക്ലാസ് പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ കുട്ടികളെ ചടങ്ങിൽ ആദരിച്ചു. ആദ്യമായി സ്കൂളിലെത്തിയ കുരുന്നുകളെ റോസാപ്പൂക്കൾ നൽകിയാണ് മന്ത്രി സ്വീകരിച്ചത്. രാജ്യത്ത് വീണ്ടും ഇടുത്തിയായി പാചകവാതക വില വർദ്ധിച്ചു. വാണിജ്യ സിലിണ്ടറുകൾക്ക് 46 രൂപയാണ് കൂടിയത്. 3113 രൂപയാണ് 19 കിലോ സിലിണ്ടറിന്റെ ഡൽഹിയിലെ പുതിയ വില. കൊച്ചിയിൽ 3131 രൂപയാണ് സിലിണ്ടറിന്റെ വില. ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. പുതുക്കിയ വില ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ഫെബ്രുവരിയിൽ പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ചതിന് ശേഷം ഇത് 4-ാം തവണയാണ് വാണിജ്യ സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിക്കുന്നത്. കഴിഞ്ഞ മാസത്തിന്റെ തുടക്കത്തിൽ വാണിജ്യ സിലിണ്ടർ വില 993 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. വാണിജ്യ സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിച്ചത് ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, തട്ടുകടകൾ എന്നിവയുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കും. ചെലവ് കൂടുമെന്നതിനാൽ ഭക്ഷണ വിഭവങ്ങളുടെ വില കൂട്ടാനും ഹോട്ടലുകാർ നിർബന്ധിതരായേക്കും. സംസ്ഥാനത്ത് മിൽമ പാലിന് ഏർപ്പെടുത്തിയ വിലവർധന പ്രാബല്യത്തിൽ വന്നു. ലിറ്ററിന് 4 രൂപയുടെ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. തൈരിന് കൂടിയത് കിലോയ്ക്ക് 10 രൂപയാണ്. മിൽമയുടെ മറ്റ് പാൽ ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പോൾ വില കൂട്ടിയിട്ടില്ലെങ്കിലും വരും ദിവസങ്ങളിൽ ആനുപാതികമായി വില കൂടാനാണ് സാധ്യത. ക്ഷീരകർഷകരുടെ ചെലവ് വൻതോതിൽ വർദ്ധിക്കുകയാണ്. കർഷകരുടെ നിരന്തര ആവശ്യത്തെ തുടർന്നാണ് പാൽ വില വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമെന്നാണ് മിൽമയുടെ വിശദീകരണം. ലിറ്ററിന് 4 രൂപ കൂട്ടുമ്പോൾ 3 രൂപ 35 പൈസ കർഷകർക്ക് ലഭിക്കുമെന്നും മിൽമ അറിയിച്ചു. മൊത്തം വർധനയുടെ 83.75%. പാൽ കവറുകളിൽ നിലവിൽ പഴയ വില തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 1 മാസം വരെ ഇത് തുടരുമെന്നും പുതിയ വില പ്രിന്റ് ചെയ്യുന്ന നടപടികൾ പുരോഗമിക്കുകയാണെന്നും മിൽമ അറിയിച്ചു. ഐസ്ക്രീം, നെയ്യ് ഉൾപ്പെടെയുള്ള മിൽമയുടെ മറ്റ് പാലുൽപ്പന്നങ്ങൾക്ക് തൽക്കാലം വിലയിൽ മാറ്റമുണ്ടാകില്ല എന്നാണ് വിവരം. വരും ദിവസങ്ങളിൽ ആനുപാതികമായി വില കൂട്ടാൻ നീക്കമുണ്ട്. വില ഉയർന്നതോടെ മഞ്ഞ കവറിലെ പാലിൻ്റെ വില 25 രൂപയിൽ നിന്നും 27 രൂപയായി. നീല കവറിൻ്റെ വില 28 നിന്നും 30 രൂപയായിട്ടുണ്ട്. 70 രൂപ വിലയുള്ള 1 ലിറ്റർ ബോട്ടിൽ കൗ മിൽക്കിന് ഇനി 75 രൂപ നൽകണം. തൈര് ക്ലാസിക്കിന് 35 നിന്നും 40ആയും എലൈറ്റിന് 40 നിന്നും 45 രൂപയായും വർദ്ധിച്ചിട്ടുണ്ട്. 2022 ഡിസംബർ 1-നായിരുന്നു ഏറ്റവും ഒടുവിൽ മിൽമ പാൽവില കൂട്ടിയത്. അന്ന് ലിറ്ററിന് 6 രൂപയാണ് വർദ്ധിപ്പിച്ചത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഭൂതകാലത്തിലല്ല വർത്തമാനകാലത്തിലാണ് ജീവിക്കേണ്ടത് എന്ന് സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി. മൂല്യങ്ങൾ ഉൾക്കൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്താൽ വിജയം ഉണ്ടാകുമെന്നും അമ്മ പറഞ്ഞു. കോഴിക്കോട് ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവത്തിന്റെ 2-ാം ദിനത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു അമ്മ. ഈ വർത്തമാനത്തിൽ നല്ല കർമ്മം ചെയ്യാൻ ശ്രമിക്കുക, അതാണ് വേണ്ടത്. ഈ വർത്തമാനത്തിലാണ് നമുക്ക് ജീവിക്കേണ്ടത്, അല്ല ഭൂതത്തിലും ഭാവിയിലും അല്ല. ഈ നിമിഷം നീ ശ്രദ്ധിച്ച് പഠിച്ചാൽ നിനക്ക് തീർച്ചയായിട്ടും വിജയിക്കാം. അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ പിള്ളേർ ആ ആത്മവിശ്വാസം വെച്ച് പോയി. അവർ വളരെ വിജയിച്ച് വളരെ സയൻറ്റിസ്റ്റൊക്കെ ആയി. അപ്പോൾ സത്യത്തിൽ വർത്തമാനത്തിൽ ആണ് നമ്മുടെ ജീവിതം എന്ന് വെച്ചാൽ, അപ്പോൾ വർത്തമാനത്തിൽ ശ്രദ്ധിച്ച് നമ്മൾ ഉപയോഗിച്ചതുകൊണ്ട് അവരുടെ ഭാവിയും സുരക്ഷമായി, ഭൂതത്തിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റി, ഭാവിയിലും വിജയം കൈവരിച്ചു. വർത്തമാനത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഭൂതവും ഭാവിയും വർത്തമാനത്തിലായിരിക്കും. ഈ നിമിഷമാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ആ വർത്തമാനത്തിൽ നമ്മൾ നല്ല കർമ്മം ചെയ്താൽ തീർച്ചയായിട്ടും 90% വ്യത്യാസം ഉണ്ടാക്കാം. പിന്നെ വരുന്ന സാഹചര്യങ്ങൾ നമ്മൾ നേരിട്ടേ പറ്റുള്ളൂ, അല്ലാതെ നേരിടാൻ പഠിക്കണം എന്നുള്ളതാണ്. ടി കെ അരവിന്ദൻ ചേരുകയാണ് ഇപ്പോൾ. അരവിന്ദൻ, അനുഗ്രഹ പ്രഭാഷണത്തിന് ശേഷം സദസ്സിനെ ഭക്തിസാന്ദ്രമാക്കിക്കൊണ്ട് അമ്മയുടെ ഭക്തിഗാനസുധ നടക്കുകയല്ലേ ഇപ്പോൾ അവിടെ? തീർച്ചയായും അമ്മയുടെ പ്രഭാഷണത്തിന് ശേഷം ഇപ്പോൾ ഭക്തിഗാന സുധയാണ് നടക്കുന്നത്. ആയിരക്കണക്കിന് പേരാണ് അമ്മയെ ഒരു നോക്ക് കാണാൻ കോഴിക്കോട് വെളിമാട് കുന്നിലെ ഈ ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവ പരിസരത്ത് എത്തിയിട്ടുള്ളത്. ഇന്നലെ വലിയ തോതിൽ ആളുകൾ ഉണ്ടായിരുന്നു. ആയിരക്കണക്കിന് പേർ ഇന്നലെ ഇവിടെ എത്തി. ഇന്നും കൂടുതൽ പേർ വിവിധ ഭാഗങ്ങളിൽ വയനാട് ആദിവാസി മേഖല അമ്മ ദത്തെടുത്ത ആദിവാസി മേഖലയിൽ നിന്നും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. ഈ തരത്തിൽ വലിയ തോതിലുള്ള ജനങ്ങൾ ഇവിടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്.
രാവിലെ വലിയ തോതിൽ പ്രത്യേക കൂടിയാണ് ഇന്നത്തെ പരിപാടികൾ ആരംഭിച്ചത്. അതിനുശേഷമാണ് അമ്മ സ്റ്റേജിലേക്ക് എത്തിയത്. അമ്മയുടെ അനുഗ്രഹ പ്രഭാഷണം നടത്തി അമ്മയെ പൗരപ്രമുഖർ ഹാരാർപ്പണം ചെയ്തു. PV ചന്ദ്രൻ, അതുപോലെ തന്നെ MP ശ്രേയസ് കുമാർ തുടങ്ങിയവർ അമ്മയെ ഹാരാർപ്പണം ചെയ്തു. അതിനുശേഷമായിരുന്നു അമ്മയുടെ അനുഗ്രഹ പ്രഭാഷണം നടന്നത്. അമ്മ ഓർമ്മിപ്പിച്ചത് ഭൂതകാലത്തിൽ ജീവിക്കാതെ വർത്തമാനകാലത്തിൽ ജീവിക്കാൻ പഠിക്കണം. ഭൂതകാലത്ത് നിന്ന് മൂല്യങ്ങൾ ഉൾക്കൊള്ളാം, പക്ഷേ അതിൽ കെട്ടുപിണഞ്ഞ് കിടക്കരുത്. വർത്തമാനത്തിൽ ജീവിക്കാൻ പഠിക്കുകയാണ് ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് നല്ലത്. ഒപ്പം തന്നെ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുള്ള ജീവിതം വേണം. ഇത് കുടുംബത്തിൽ നിന്ന് തുടങ്ങണം. ഇങ്ങനെ അമ്മ ഇന്നത്തെ കാലഘട്ടത്തിൽ, വർത്തമാന കാലഘട്ടത്തിൽ സമൂഹം അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അമ്മ സംസാരിച്ചത്. ഇത് തീർച്ചയായും ഭക്തർക്ക്, ഇവിടെ എത്തി ആയിരക്കണക്കിന് ഭക്തർക്ക് വളരെയധികം ജീവിതത്തിൽ ആത്മവിശ്വാസം പകരുന്ന ഒരു പ്രഭാഷണമായിരുന്നു അമ്മയുടേത്. അതിനുശേഷമാണ് ഭക്തരെ ഭക്തിസാന്ദ്രമാക്കിക്കൊണ്ട്, സദസ്സിനെ ഭക്തിസാന്ദ്രമാക്കിക്കൊണ്ട് അമ്മയുടെ ഭജന നടക്കുന്നത്. ഇതിനുശേഷം അമ്മ ഭക്തർക്ക് ദർശനം നൽകും. ഇന്നലെ ആയിരക്കണക്കിന് പേർക്ക് അമ്മ ദർശനം നൽകി കഴിഞ്ഞു. ഇന്ന് ഇവിടെ എത്തുന്ന എല്ലാ ആളുകൾക്കും അമ്മ ദർശനം നൽകും. ദർശനം പാതിരാത്രി വരെ നീളാനാണ് സാധ്യത. കൂടുതൽ പേരുണ്ടെങ്കിൽ പുലർച്ചെ വരെ അമ്മയുടെ ദർശനം നേടും. എന്തായാലും 2 ദിവസത്തെ ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവത്തിന് നാളെ സമാപനം കുറിക്കും. നാളെ അമ്മ തൃശ്ശൂരിലേക്ക് മടങ്ങും. 6 വർഷത്തിന് ശേഷമാണ് കോഴിക്കോട് ബ്രഹ്മസ്ഥാന ക്ഷേത്രത്തിൽ അമ്മ എത്തുന്നത്. അതിനാൽ തന്നെ വിപുലമായ ഒരുക്കങ്ങളാണ് മക്കളിവിടെ ഒരുക്കിയിരുന്നത്. എന്തായാലും ഭക്തരെല്ലാം വലിയ ആത്മവിശ്വാസത്തിലാണ്. അമ്മയുടെ സന്ദർശനം അവരെ അത്രമേൽ സ്പർശിച്ചു കഴിഞ്ഞു. എന്തായാലും അമ്മയുടെ പരിപാടി സുഖമായി മുന്നേറുകയാണ്. മായ അരവിന്ദനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കോഴിക്കോട് ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവത്തിൻ്റെ 2ാം ദിനത്തിൽ അനുഗ്രഹ പ്രഭാഷണത്തിന് ശേഷം ഇപ്പോൾ അമ്മ സദസ്സിനെ ഭക്തിസാന്ദ്രമാക്കിക്കൊണ്ട് ഭക്തിഗാനസുധ നടക്കുകയാണ്. ഇപ്പോൾ 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി തൃശ്ശൂരിലെത്തുന്നു. ജൂൺ 3, 4 തീയതികളിൽ തൃശ്ശൂർ അയ്യന്തോളിലുള്ള ബ്രഹ്മസ്ഥാനം വാർഷിക മഹോത്സവത്തിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കാനാണ് അമ്മ തൃശ്ശൂരിലെത്തുന്നത്. അമ്മയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. കോഴിക്കോട് ബ്രഹ്മസ്ഥാന മഹോത്സവത്തിന് ശേഷം ജൂൺ 2 വൈകിട്ടോടെ തൃശൂർ അയ്യന്തോൾ ബ്രഹ്മസ്ഥാനത്തെത്തുന്ന സദ്ഗുരു മാതാമൃതാനന്ദമയി ദേവിയെ തൃശൂർ പൗരാവലി പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കും. തുടർന്ന് ജൂൺ 3, 4 തീയതികളിൽ രാവിലെ 11 മുതൽ അമ്മയുടെ അനുഗ്രഹ പ്രഭാഷണം, ഭജന, ധ്യാന പരിശീലനം എന്നിവയുണ്ടാകും. അതിനുശേഷം ഭക്തർക്കായുള്ള അമ്മയുടെ ദർശനം ആരംഭിക്കും. അമ്മയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന മാതാ അമൃതാനന്ദമയി മഠം ഇരിങ്ങാലക്കുട മഠാധിപതി ബ്രഹ്മചാരി അമോഘാമൃത ചൈതന്യ പറഞ്ഞു. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി വരുന്നു. പന്തലിൻ്റെ പണിയൊക്കെ പൂർത്തിയായി വരുന്നുണ്ട്. ഏകദേശം ഒരു 10,000 പേർക്ക് ഒരേ സമയത്ത് ഇരിക്കാവുന്ന രീതിയിൽ 50,000 സ്ക്വയർ ഫീറ്റുള്ള പന്തലാണ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനോടനുബന്ധിച്ചിട്ടുള്ള രഥയാത്ര, അത് പ്രയാണം ആരംഭിച്ചു കഴിഞ്ഞു. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് 2019 അമ്മ അവസാനമായി തൃശ്ശൂർ ബ്രഹ്മസ്ഥാന ഉത്സവത്തിന് പങ്കെടുക്കാനായിട്ട് എത്തിയത്. ഈ 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അമ്മയുടെ വരവിനെ ആവേശപൂർവ്വം, ഭക്തിപൂർവ്വം, പ്രേമപൂർവ്വം കാത്തിരിക്കുകയാണ് അമ്മയുടെ മക്കളെല്ലാവരും. മഹോത്സവത്തോടനുബന്ധിച്ച ബ്രഹ്മസ്ഥാനത്ത് ലളിത സഹസ്രനാമാർച്ചന 2 ദിവസങ്ങളിലായി നടക്കും. രാഹുദോഷ നിവാരണ പൂജ, ശനിദോഷ നിവാരണ പൂജ, ഉദയാസ്തമന പൂജ, മഹാഗണപതി ഹോമം എന്നിങ്ങനെ സവിശേഷമായ പൂജകളും ചടങ്ങുകളും ഉണ്ടായിരിക്കും. ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത അമൃതശ്രീ അംഗങ്ങൾക്കുള്ള സാരികൾ, പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള വൃക്ഷത്തൈകൾ എന്നിവയുടെ വിതരണവും അമ്മയുടെ സാന്നിധ്യത്തിൽ നടക്കും. അമൃത ന്യൂസ്, തൃശൂർ. ബ്രഹ്മസ്ഥാന മഹോത്സവത്തിന് എത്തുന്ന ഓരോ കുടുംബത്തിൻ്റെയും തണലായി അമ്മ മാറുകയാണെന്ന് BJP നേതാവ് അഡ്വക്കേറ്റ് VK സജീവൻ. സർക്കാർ സംവിധാനത്തിന് ചെയ്യാൻ പറ്റുന്നതിലും വലിയ സേവനങ്ങളാണ് അമ്മ നൽകുന്നത് എന്നും മനസ്സിന് ധൈര്യം നൽകാൻ ഇത്രയധികം ശക്തിയുള്ള മറ്റൊരാളെ കാണാൻ കഴിയില്ല എന്നും VK സജീവൻ അമൃത ന്യൂസിനോട് പറഞ്ഞു. ബ്രഹ്മസ്ഥാന മഹോത്സവത്തിൽ പങ്കെടുത്തു. അമ്മയുടെ അനുഗ്രഹം കിട്ടി. അമ്മയെ ഹാരാർപ്പണം ചെയ്യാനുള്ള ഭാഗ്യവും ഉണ്ടായി. ഇവിടെ വരുന്ന, അല്ലെങ്കിൽ അമ്മയുടെ അനുഗ്രഹം മേടിക്കുന്ന ഓരോ കുടുംബത്തിൻ്റെയും തണലായിട്ട് അമ്മ മാറുകയാണ്. ഒരു വലിയ സർക്കാർ സംവിധാനങ്ങൾക്ക് പോലും ചെയ്യാൻ സാധിക്കാത്ത അത്രയും വലിയ സേവന പരിപാടികൾ അമ്മ നൽകുന്നുണ്ട്. അതേപോലെ തന്നെ മനസ്സിന് ധൈര്യം നൽകാൻ ഇത്രയധികം ശക്തിയുള്ള ഒരാളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ ഇന്നിപ്പോൾ പ്രഭാഷണം കേൾക്കാൻ, ഒരു നല്ലൊരു പ്രഭാഷണം കേൾക്കാനുള്ള സാഹചര്യം ഉണ്ടായി. മനസ്സിലാക്കാനുള്ള കഴിവാണ് ഏറ്റവും പ്രധാനം എന്നുള്ള ഒരു മഹത്തായ സന്ദേശമാണ് ഇന്നിപ്പോൾ അമ്മ നൽകിയിരിക്കുന്നത്. തീർച്ചയായിട്ടും
ഈ മഹനീയമായ യാത്ര, ആ മഹനീയമായ യാത്രയ്ക്ക് അമ്മയ്ക്ക് എല്ലാവിധ ആരോഗ്യവും സന്തോഷവും കിട്ടട്ടെ. മുന്നോട്ടുള്ള ഇനിയും കുറേ വർഷങ്ങൾ ഈ രീതിയിൽ ജനങ്ങളെ സേവിക്കാൻ, ജനങ്ങൾക്ക് കരുത്തേകാൻ, ജനങ്ങൾക്ക് സമാധാനം നൽകാൻ, ജനങ്ങൾക്ക് തണലേകാൻ അമ്മയ്ക്ക് സാധിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. കണ്ണൂരിൽ നിന്നുള്ള ഹൃദയവുമായി എയർ ആംബുലൻസ് കൊച്ചിയിലെത്തി. ബൈക്ക് അപകടത്തിൽ മരിച്ച 23-കാരൻ്റെ ഹൃദയമാണ് മലപ്പുറം സ്വദേശിയായ 48 വയസ്സുകാരന് നൽകുന്നത്. 10 പേരടങ്ങുന്ന വിദഗ്ധ ഡോക്ടർമാരുടെ സംഘമാണ് ശസ്ത്രക്രിയ നടത്തുന്നത്. കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റിയിലാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുക. ഇവിടെ ശസ്ത്രക്രിയ നടക്കുന്നത് ഇതാദ്യമായാണ്. കൂടുതൽ വിവരങ്ങളുമായി അശ്വതി ചേരുകയാണ്. അശ്വതി, ശസ്ത്രക്രിയാ നടപടികൾ പുരോഗമിക്കുകയല്ലേ? തീർച്ചയായും ശസ്ത്രക്രിയാ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്, അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൃദയ ശസ്ത്രക്രിയ ആയതുകൊണ്ട് തന്നെ വളരെ സങ്കീർണമായ ശസ്ത്രക്രിയയാണ്. മണിക്കൂറുകൾ അതിന് ആവശ്യമാണ്. 10 പേരടങ്ങുന്ന വിദഗ്ധ ഡോക്ടർമാരുടെ സംഘമാണ് ഈ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകുന്നത്. ഇന്ന് രാവിലെയാണ് എയർ ആംബുലൻസിൽ ഹൃദയം ഇവിടെ കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് എത്തിയത്. ഇവിടെ ഡോക്ടർമാരുടെ സംഘം അത് ഏറ്റുവാങ്ങി എല്ലാ സജ്ജീകരണങ്ങളുമായിട്ട്, ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളുമായി അവർ കാത്തു നിൽക്കുകയായിരുന്നു. ഉടൻ തന്നെ ശസ്ത്രക്രിയ ആരംഭിക്കുകയും ചെയ്തു. 2 ദിവസം മുൻപാണ് 23-കാരൻ വാഹനാപകടത്തിൽ മരണപ്പെട്ടത്. ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് മരണപ്പെടുകയും ചെയ്യുകയായിരുന്നു. എന്തായാലും ഈ കുടുംബത്തിന്റെ എടുത്ത തീരുമാനം അത് മറ്റൊരാൾക്ക് പുതുജീവൻ നൽകുകയാണ്. ഇന്ന് വൈകുന്നേരത്തോടെ ആസ്റ്റർ മെഡിസിറ്റിയിലെ ശസ്ത്രക്രിയാ നടപടികൾ അവസാനിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ശരി, അശ്വതിയാണ് വിവരങ്ങൾ നൽകിയത്. ആഭ്യന്തരമന്ത്രിയുടെ സന്ദർശനത്തിൽ ആലപ്പുഴ കാർത്തികപ്പള്ളിയിൽ SFI പ്രവർത്തകർ കരുതൽ തടങ്കലിൽ. പ്രവേശനോത്സവത്തിന് മിഠായി വിതരണം ചെയ്യാൻ എത്തിയവരെയാണ് കരുതൽ തടങ്കലിൽ ആക്കിയത്. അതേസമയം പ്രതിഷേധ സാധ്യത കണക്കിലെടുത്താണ് നടപടിയെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടങ്ങളിലുള്ള സ്കൂളിൽ പ്രവേശനോത്സവ ഉദ്ഘാടനത്തിന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എത്താനിരിക്കെയാണ് പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് പോലീസിന്റെ ഈ കരുതൽ അറസ്റ്റ്. കുവൈറ്റിന് നേരെ ഇന്ന് പുലർച്ചയോടെ വീണ്ടും വ്യോമാക്രമണം. അപകടങ്ങൾ ഒന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. രാജ്യത്ത് കേൾക്കുന്ന സ്ഫോടന ശബ്ദങ്ങൾ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമാണ് എന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. തെക്കൻ ലെബനനിലെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് മുന്നേറാൻ സൈന്യത്തിന് ഉത്തരവ് നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. തന്ത്രപ്രധാനമായ ബുഫോക്കോട്ട ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തു. 2000-ൽ അധിനിവേശം അവസാനിപ്പിച്ച് ഇസ്രായേൽ പിന്മാറിയ ശേഷം ഇതാദ്യമായാണ് 900 വർഷം പഴക്കമുള്ള കോട്ട പിടിക്കുന്നത്. ഹിസ്ബുള്ളക്കെതിരായ ആക്രമണത്തെ നിർണായകമായ മാറ്റമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു വിശേഷിപ്പിച്ചത്. ഹിസ്ബുള്ളയുടെ നിയന്ത്രണത്തിലുള്ള മുഴുവൻ പ്രദേശങ്ങളും പിടിക്കുമെന്ന് നെതന്യാഹു പറഞ്ഞു. തെക്കൻ ലെബനനിലെ ലിറ്റാനി നദി വരെയുള്ള പ്രദേശങ്ങൾ നിലവിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ്. ഇസ്രായേൽ സൈന്യത്തിനു നേരെ ശക്തമായ ആക്രമണം നടത്തിയെന്നും ഒരു ഡ്രോൺ വീഴ്ത്തിയെന്നും ഹിസ്ബുള്ള അവകാശപ്പെടുന്നു. ആക്രമണം അവസാനിപ്പിക്കണമെന്ന് വിവിധ ലോകരാജ്യങ്ങൾ ആവശ്യപ്പെട്ടു. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.